നിനക്കറിയാലോ, എന്നെ മാത്രം നിശ്ചയത്തിൽ നിന്ന് അകറ്റി നിർത്തിയപ്പോ എന്റെ മനസ്സ് വേദനിച്ചത്. അപ്പോഴും ഞാൻ നിന്നോടാ എന്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ തോന്നണേ പോണ്ടായിരുന്നു എന്നാ. സംഭവിച്ചതൊക്കെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാ. എന്നെ വിലക്കിയ അതേ കൈകൾ എന്നെ ബഹുമാനിച്ച് സദസ്സിന്റെ മുൻനിരയിൽ കൊണ്ടിരുത്തി. പക്ഷെ നിനക്കറിയോ, വലിയ പ്രിയങ്ക മാഡത്തിന്റെ കയ്യിൽ മോതിരം ഇട്ടപ്പോ ഈ ശരീരത്തിൽ നിന്ന് എനിക്കെന്റെ ജീവൻ വിട്ടുപോണ പോലെയാ തോന്നിയേ. എനിക്കുള്ളില് എന്തൊക്കെയോ സംഭവിച്ചു. കണ്ണൊക്കെ മങ്ങി, ശ്വാസം നിലച്ചു പോണ പോലെ തോന്നി. ഞാൻ വല്യുവിന്റെ നിശ്ചയം കാണാൻ ഒരുപാട് കൊതിച്ചതാ. അതിനുവേണ്ടിയാ ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതെ തേങ്ങിയതും ദേവിയോട് കരഞ്ഞു വിളിച്ചു പറഞ്ഞതും. എന്നിട്ടും ഞാനെന്താ ആ നിശ്ചയം കാണാണ്ട് മടങ്ങിയെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇനി ഈ താലി എന്റെ കഴുത്തിൽ വേണ്ടാന്നാ തോന്നണേ. പക്ഷേ ഇത് ഊരുമ്പോ വല്യുവിന് എന്തിനാ അപകടങ്ങൾ ഉണ്ടാവണമെന്ന് മനസ്സിലാവണില്ല. ഞങ്ങൾ തമ്മിൽ എന്താ ബന്ധം? ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളെ നോക്കണ പോലെ ഞാൻ വല്യുവിനെ നോക്കണേ. ഒരിക്കലും അരികിൽ എത്താനാവില്ലെന്നറിയാം. പക്ഷെ എനിക്ക് നോക്കാതിരിക്കാൻ പറ്റണില്ല. ഈ മനസ്സ് നിറയെ ഇപ്പൊ വലിയ കുഞ്ഞ. നീ തന്നെ പറ, എന്താ എന്റെ ഉള്ളില്? വലിയ കുഞ്ഞിനോടുള്ള ബഹുമാനമാണോ, അതോ ഭക്തിയോ, അതോ ഇനി മറ്റെന്തെങ്കിലും? ദേവി, അരുതാത്തതൊന്നും തോന്നിപ്പിക്കല്ലേ. എല്ലാം മനസ്സിലൊതുക്കി ആരോടും ഒന്നും പറയാതെ സ്വയം വേദനിച്ച് തീർത്തോളാം ഞാൻ എന്റെ ഈ ജീവിതം. കല്യാണി, കല്യാണി, അവള് കേൾക്കാത്ത പോലെ അഭിനയിക്കുകയാണല്ലോ. എപ്പോഴും ഒരു ചെമ്പരത്തി ചെടിയോട് കിന്നാരം. ഇവിടെ ഇന്ന് ഞാൻ മാഡം. അയ്യോ, എന്തൊരഭിനയം, എന്തൊരഭിനയം! എന്റെ മുന്നിൽ നീ ഇങ്ങനെ അഭിനയിക്കല്ലേ. ഞാൻ ഇവിടെ നിന്ന് വിളിച്ച് കൂവിയതൊന്നും നീ കേട്ടില്ലേ? അയ്യോ ഇല്ല, ഞാൻ സത്യമായിട്ട് കേട്ടില്ല മാഡം. അതുകൊണ്ടാ. അവള് കേട്ടില്ല. ഇങ്ങോട്ട് വാടി. എങ്ങോട്ടാ മാഡം? എന്താ കാര്യം? ആരതി ഒഴിയാൻ. നാട്ടിലൊന്നും ഇല്ലാത്ത ആചാരങ്ങളാണല്ലോ തൃച്ചംബരം തിരുമുറ്റത്ത്. നിശ്ചയം കഴിഞ്ഞ പെണ്ണും ചെക്കനും ചെക്കന്റെ വീട്ടില് കാല് വെച്ചിട്ടേ മടങ്ങി പോകാവൂന്ന്. അതിനകത്ത് കയറും മുമ്പ് ആരതി ഒഴിയണം. അല്ല, ഞാനും ഇത് കുറെ അനുഭവിച്ചതാ. ആ, വാ ഇങ്ങോട്ട്, ചേച്ചി വിളിക്കുന്നു. നിശ്ചയം കഴിഞ്ഞ പെണ്ണും ചെക്കനും ചെക്കന്റെ വീട്ടില് കാല് വെച്ചിട്ടേ മടങ്ങി പോകാവൂന്ന്. അതിനകത്ത് കയറും മുമ്പ് ആരതി ഒഴിയണം. അല്ല, ഞാനും ഇത് കുറെ അനുഭവിച്ചതാ. ആ, വാ ഇങ്ങോട്ട്, ചേച്ചി വിളിക്കുന്നു. എന്താടി വീണ്ടും ഇവിടെ കിന്നരിച്ചോണ്ട് നിൽക്കുന്നേ? അങ്ങോട്ട് ചെല്ലടി, ചെന്ന് ആരതി തട്ട എടുത്തോണ്ട് വാ. കല്യാണി വന്നില്ലേ? ആ, ഇപ്പൊ എത്തും ചേച്ചി. ആരതി തട്ട എടുക്കാൻ പോയിരിക്കും.
ആലോചിച്ചോണ്ട് നിൽക്കുന്നേ? വന്ന് ആരതി ഒഴിയേ. ആനന്ദ്, ആരതി തട്ടത്തില് ദക്ഷിണ വെക്ക്. കല്യാണി നിക്ക. ആനന്ദേ, ആരതി ഒഴിയുമ്പോ തട്ടത്തിലിടാനുള്ളത് നാണയമാ, അല്ലാതെ സ്വർണ്ണ ചെയിനല്ല. വിലാസിനെ, കല്യാണി ഇന്ന് സ്വന്തം ജീവൻ വരെ പണയം വെച്ച പ്രിയങ്കയുടെ ജീവൻ രക്ഷിച്ചത്. അതിന് ആനന്ദ് നൽകിയതാ ഇത്. ഈ കുടുംബത്തിലെ മൂത്ത മരുമകളുടെ ജീവൻ രക്ഷിച്ച കല്യാണിക്ക് എന്തു കൊടുത്താലും അധികമാവില്ല, മനസ്സിലായോ? എന്ന് വെച്ച് വേറെ ഒരു ആരതി എടുത്തവൾക്ക് 4-5 പവന്റെ സ്വർണ്ണ ചെയിൻ കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? വിലാസിനെ, 4 പവനല്ല, ചിലപ്പോ കല്യാണിക്ക് 4 കിലോ സ്വർണം കൊടുത്തു വരും. നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ അഭിപ്രായം പറയാൻ നിൽക്കണ്ട. മക്കള് വരും, വാ മോളെ. നിശ്ചയം കഴിഞ്ഞ പകുതി കല്യാണം കഴിഞ്ഞ പോലെയാ. വലിയകുഞ്ഞും പ്രിയങ്ക മേഡവും തമ്മിലുള്ള നിശ്ചയം കഴിഞ്ഞു. ഇനി ഈ താലി കഴുത്തിലിടുന്നത് വലിയ തെറ്റാ. പ്രിയങ്ക മേഡത്തിനോട് ചെയ്യുന്ന തെറ്റ്, തൃച്ചംബരത്തോടും അഖില മേഡത്തിനോട് ചെയ്യുന്ന തെറ്റ്, അത് പാടില്ല. പ്രിയങ്ക മേഡവുമായി നിശ്ചയം കഴിഞ്ഞതുകൊണ്ട് ഇനി ഈ താലി ഊരിയാലും വലിയൊന്നിനും ഒരു കുഴപ്പമുണ്ടാവില്ല. അതുകൊണ്ട് ഉടൻ തന്നെ ഈ താലി ഊരി ക്ഷേത്രത്തിന്റെ മരത്തിൽ കെട്ടണം.
ഉടൻ. എന്തോ എവിടെ ഒരു മിസ്സിംഗ് ഉണ്ടല്ലോ. എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? നിന്റെ ഈ കണ്ണുകൾ കയ്യെത്തും ദൂരത്ത് വന്ന് മറിഞ്ഞതുപോലെ വെറും തോന്നലാണോ? ഏയ് അല്ല, നീ തന്നെ പറ, എന്റെ ഫീല് ശരിയാണോ? പകൽക്കിനാവിലെ രാജകുമാരിയെ കാത്തിരുന്ന പാവം രാജകുമാരന്റെ കഥയാണോ എന്റേത്? നോ, ഒരിക്കലുമല്ല. എനിക്ക് തീർച്ചയാത് എന്റെ കണ്ണെത്തും ദൂരത്ത് എവിടെയോ നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മുഖം എവിടെയോ എന്റെ മുന്നിൽ വന്ന് നിന്നിട്ടുണ്ട്. ആരാത്? ആരാ? എന്തൊരു അസ്വസ്ഥത! തല പെരുക്കുന്നത് പോലെ. ദേവി, വല്യുഞ്ഞിന്റെയും പ്രിയങ്ക മേഡത്തിന്റെയും നിശ്ചയം കഴിഞ്ഞു. പകുതി കല്യാണം കഴിയണ പോലാണല്ലോ നിശ്ചയം കഴിയണേ. ഇനി ഈ താലി കഴുത്തിൽ ഇങ്ങനെ ഇട്ടിരിക്കണത് പ്രിയങ്ക മേഡത്തിനോട് ചെയ്യണ അപരാധമാവും. ദേവിക്കറിയാലോ, വല്യുഞ്ഞ് താലി കെട്ടിയത് എന്റെ മനസ്സിലാ. അത് ഈ ശ്വാസം നിലയ്ക്കണവരെ മനസ്സിന്ന് മായാനും പോകുന്നില്ല. ഈ താലി കഴുത്തി നൂലിയ ആപത്താണെന്നാ അന്ന് യോഗി പറഞ്ഞത്. അതാ ഞാൻ ഇതുവരെ ഓരാണ്ട് സൂക്ഷിച്ചത്. ഇപ്പൊ പ്രിയങ്ക മേഡത്തിന്റെ കയ്യില് വല്യുഞ്ഞി നിശ്ചയമോദരം ചാർത്തിയല്ലോ. അതെല്ലാ ആപത്തുകളിൽ നിന്നും വല്യുഞ്ഞിനെ കാത്തോളും. അതുകൊണ്ട് ഞാൻ ഈ താലി ഒരു മരത്തിൽ കെട്ടാൻ പോവുക. ദേവി, എന്നെ വിശ്വസിച്ച ഞാൻ ഈ താലി ഊരണേ. വല്യുഞ്ഞിന് ഒരാപത്തും വരാതെ നീ കാത്തോളണം.
അരുത്. ഇപ്പൊ എന്ത് നടന്നോ അത് നടക്കേണ്ടതായിരുന്നു. ഈശ്വരൻ ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ട്. ആ വിധിയെ തിരുത്തി എഴുതാൻ നോക്കുന്നത് അബദ്ധം, അനർത്ഥം. ദേവി, എന്നെ കൊണ്ടിത് സാധിക്കില്ല. ഞാനിനി എന്താ ചെയ്യാ? ഭണ്ഡാരത്തിൽ തന്നെ നിക്ഷേപിച്ചാലോ?